ഹലോ ഗൈസ്, അപ്പൊ ഞാൻ എന്റെ ചങ്ങായിനെ കാണാൻ പോകുന്ന മട്ടന്നൂര്. അപ്പൊ നമുക്ക് പോവാം. നമ്മളെപ്പുറം കാത്തുകുട്ടിയുണ്ട്. അങ്ങനെ നമ്മൾ മെരുവമ്പായി എത്തിയപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടീന്. ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ പിന്നെ അധികം ബസ് ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് കാത്തു നിൽക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ബസ് കയറി നമ്മൾ മട്ടന്നൂരേക്ക് ചങ്ങായി ഓള് കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ട് നമുക്ക് കറങ്ങാൻ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ പോയെടുത്താന്ന് എനക്കൊരു സർപ്രൈസ് ഓള് റെഡിയാക്കിയിട്ടുണ്ടായിന്. എൻ്റെ ബർത്ത്ഡേക്ക് ഓള് കേക്കെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടായിന്. എൻ്റെ ബർത്ത്ഡേ ഇന്നല്ല, പക്ഷേ ഓൻ നാട്ടിലുള്ളേടത്ത് എനക്ക് കേക്കും മേടിച്ച് വെച്ചിട്ട് ഓനെയും കൂട്ടിയിട്ട് സെറ്റാക്കിയിട്ട് വന്നതാണ്. അങ്ങനെ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കേക്കെല്ലാം കിട്ടീന്. അങ്ങനെ നമ്മൾ കേക്കെല്ലാം മുറിക്കുന്നുണ്ട്. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നെ കാണാൻ ചെല്ലാന്നിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ അവിടുന്ന് കേക്കെല്ലാം മുറിച്ച് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ കേക്കെല്ലാം കിട്ടി. നമ്മളെ കാത്തുക്കുട്ടി ഇതായിരുന്നു കേക്ക് നിന്നുണ്ട്. ഓളും ഓളെ ഹസ്സും പിള്ളേരും കാത്തും എല്ലാം കൂടി നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോയിന്. കാത്തുക്കുട്ടി ഇതായിരുന്നു കേക്ക് നിന്നുണ്ട്. പിന്നെ അവർ രണ്ടാളും ഇത് ഓളെ മൂത്ത കുട്ടിയാണ്. ഇവർ രണ്ടാളും എന്ത് ഫുഡ് ഓർഡർ ചെയ്യാന്നുള്ള ചർച്ചയിലാണ് നമ്മൾ വലിയ ആളെക്കാട്ടും അവരാണ് സംസാരിച്ചിട്ടുണ്ടായിന്. എന്തായാലും എനിക്ക് ഇന്നത്തെ ഡേ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. അങ്ങനെ നമ്മൾ ലോഡഡ് ഫ്രൈസും പാസ്തയോ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. അതൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല, ഫോട്ടോ എടുത്ത് വെച്ചതേ ഉള്ളൂ. വീഡിയോ പിടിക്കേണ്ടിയൊന്നും ഒരു ഓർമ്മ ശരിക്കും പറഞ്ഞാൽ ഇല്ലേനു. മൊത്തത്തിൽ കിളിപോയ അവസ്ഥയേനു. അതെല്ലാം കഴിഞ്ഞ് കേക്കെല്ലാം തിന്നിട്ട് പിള്ളേർ ഇവിടുന്ന് കളിക്കുന്നുണ്ട്. പിള്ളേർ കളിക്കുമ്പോൾ നമ്മളിപ്പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. തിരക്കൊന്നും ഉണ്ടായിട്ടില്ലേനു. അവിടെ നല്ല സമാധാനത്തിൽ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ആടുന്ന് 2 സെൽഫി എല്ലാം എടുത്ത് നമ്മൾ നേരെ മാളിലേക്ക് പോകുന്നുണ്ട്. മട്ടന്നൂർ മാളിലേക്ക് പോകുന്നുണ്ട്. മാളിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുക, വീഡിയോസ് എടുക്കുക, വെറുതെ കറങ്ങിത്തിരി. അതിന് വേണ്ടിയിട്ടാണ്. ഫുഡെല്ലാം നമ്മൾ നേരത്തെ കേക്ക് മുറിച്ചെടുത്ത് തന്നെ കഴിച്ചിട്ടുണ്ടായിന്. നമുക്ക് ഇന്ന് ഫുൾ ചിലവ് ഇവരെ വകയേനു. നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിന്. പിന്നെ ഇതേപോലെ നമ്മൾ ഇടയ്ക്ക് പുറത്തെല്ലാം പോക്കുണ്ട്. ഇപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു അത് യൂട്യൂബിലെടുത്തിടാന്ന്. അങ്ങനെ കാത്തുക്കുട്ടീൻ്റെ ഫോട്ടോ എടുക്കുന്നതാണ് ഇച്ചു. നമ്മൾ +1 മുതൽ ചങ്ങായിമാരായതാണ്. അങ്ങനെ നമ്മൾ ആടുന്നെടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓളെ മോയെ അയാൻകുട്ടിയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് ആടെ നമ്മൾ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ ലിഫ്റ്റിൽ കയറിയെടുക്കെ തന്നെ തിരിച്ചിറങ്ങുന്നുണ്ട്. നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം മാറിപ്പോയി. അങ്ങനെ നമ്മൾ വീണ്ടും ലിഫ്റ്റിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാളിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോക്കാന്ന്. അനസ് നമ്മളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കുന്നുണ്ട്. കാത്തുക്കുട്ടി എൻ്റെ കൈമേലുണ്ട്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തി. നമുക്ക് വേഗം തന്നെ ബസ്സും കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ മെരുവമ്പായി എത്തി. ഓട്ടോയിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോക്കാന്ന്. കാത്തുക്കുട്ടി ഉറങ്ങിപ്പോയിന്. ബസ്സിൽ നിന്ന് തന്നെ ഓൾ ഉറങ്ങിയിട്ടുണ്ടായിന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ്. കാരണം എൻ്റെ ബർത്ത്ഡേ ഇന്നല്ല, ഇനിയും 3-4 ദിവസമുണ്ട്. ഇങ്ങനെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. കേക്ക് മുറിക്കുന്ന വീഡിയോസ് എല്ലാം എടുത്തത് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇടാം. അങ്ങനെ നമ്മളിതാ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് എനിക്ക് അവർ വീട്ടിലേക്ക് തന്നെ പാക്ക് ചെയ്ത് തന്നു വിട്ടിട്ടുണ്ട്. കാരണം അമ്മക്കും എനിക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ വീടെത്തിയതും പൊരിഞ്ഞ മഴയേനു. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.